നെല്ല് കർഷകരോടുള്ള വഞ്ചന തുടർന്ന് സംസ്ഥാന സർക്കാർ. കോഴിക്കോട് വടകര മണിയൂരിൽ കർഷകരുടെ നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരണ തുക നൽകാത്തതിനെ തുടർന്ന് കർഷകർ പ്രതിസന്ധിയിലായി. ഓണത്തിനെങ്കിലും സംഭരണ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നെല്ല് കർഷകർ. കിടപ്പാടം പണയം വെച്ചും ലോൺ എടുത്തുമാണ് കർഷകരിൽ പലരും കൃഷി ഇറക്കിയത്. നല്ല വിളവ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങളായി സർക്കാർ നെല്ല് സംഭരണ തുക കർഷകർക്ക് ലഭ്യമാക്കിയിട്ടില്ല. പലവട്ടം ഈ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കർഷക മോർച്ച മണിയൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ കഞ്ഞി വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. മാസങ്ങളോളമായി കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിച്ച നെല്ലിന്റെ താങ്ങുവില കിട്ടാഞ്ഞിട്ട് എല്ലാവിധ പ്രക്ഷോഭങ്ങളും സംസ്ഥാനം മുഴുവൻ നടക്കുന്നുണ്ട്. ദുഃഖകരമെന്ന് പറയട്ടെ, നിരുത്തരപരമായ സമീപനമായാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ പറയുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് കേന്ദ്രം നൽകാഞ്ഞിട്ടാണ്. അത് വ്യാജ പ്രചരണമാണ്. കാരണം 7 വർഷത്തോളമായി 2018 മുതൽ 19 മുതൽ 20, 21 ഈ വരുന്ന വർഷം വരെ സംസ്ഥാന ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ടിങ്ങോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റോ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കൃഷിക്കാർക്കുള്ള താങ്ങുവില കിട്ടാനുള്ള തടസ്സമുണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ തന്നെ സ്വീകരിക്കാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു നടപടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കർഷകർക്ക് എത്രയും വേഗം പണം ലഭ്യമാക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണമെന്നും കർഷകർക്ക് ലോണായി നൽകുന്ന PRS സമ്പ്രദായം നിർത്തലാക്കണമെന്നും അല്ലാത്ത പക്ഷം മുഴുവൻ കർഷക സംഘടനകളെയും കർഷകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് കർഷക മോർച്ചയുടെ നീക്കം. അനഘ ഹർഷൻ, ജനം, കോഴിക്കോട്.